നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സീരിയലൈസബിലിറ്റി ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ടൈപ്പ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള വ്യൂ സീരിയലൈസബിലിറ്റി ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റിക്കകത്ത് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷന്റെ ബേസിലാണ് ആ ഒരു ഷെഡ്യൂള് സീരിയലൈസബിൾ ആണോ അല്ലെങ്കിൽ നോൺ സീരിയൽ ആണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി വ്യൂ സീരിയലൈസബിലിറ്റിക്കകത്തോ എന്തിന്റെ ബേസിലായിരിക്കും? വ്യൂ ഇക്വലന്റിന്റെ ബേസിലായിരിക്കും നമ്മൾ സീരിയൽ ഷെഡ്യൂൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് നോൺ സീരിയൽ ഷെഡ്യൂളിനെ സീരിയലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് വ്യൂ ഈക്വലന്റ് എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റിന്റെ ബേസിലായിരിക്കും. നമ്മൾ കോൺഫ്ലിക്റ്റിനകത്ത് എങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്? നോൺ സീരിയൽ ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിനെ നമ്മൾ നോൺ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവയെ കൺവേർട്ട് ചെയ്ത് സീരിയൽ ഷെഡ്യൂളായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വ്യൂ ഈക്വലന്റ് എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റ് ആണ്. വ്യൂ സീരിയലൈസബിലിറ്റി ഈസ് എ പ്രോസസ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് എ ഗിവൺ ഷെഡ്യൂൾ ഈസ് വ്യൂ സീരിയലൈസബിൾ ഓർ നോട്ട്. എന്താ ചെക്ക് ചെയ്യുന്ന കാര്യം? തന്നിരിക്കുന്ന ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് വ്യൂ സീരിയലൈസബിൾ ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്യേണ്ട ഒരു ബേസിക് എന്ന് പറയുന്നത് എന്താണ്? വ്യൂ ഈക്വലന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ടു ചെക്ക് വെദർ എ ഗിവൺ ഷെഡ്യൂൾ ഈസ് വ്യൂ സീരിയലൈസബിൾ we need to check whether the given schedule is view equivalent to its serial schedule. അതായത് നമ്മുടെ കൈവശമുള്ള ഒരു നോൺ സീരിയൽ ഷെഡ്യൂളിനെ നമ്മൾ കറസ്പോണ്ടിങ് സീരിയൽ ഷെഡ്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വ്യൂ ഈക്വലന്റ് എന്ന് പറയുന്നത് ആ സീരിയൽ ഷെഡ്യൂളുമായിട്ട് ഈക്വൽ ആയിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഷെഡ്യൂളിനെ നോൺ സീരിയൽ ഷെഡ്യൂളിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വ്യൂ ഈക്വലന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെയും കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മള് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിളിനകത്ത് നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി 3 കണ്ടീഷന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും വ്യൂ ഈക്വലന്റ് ആകണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അത് നമ്മൾ താഴോട്ട് വരുന്നവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഒരു ഷെഡ്യൂൾ ആണ് തന്നിരിക്കുന്നത്. T1 T2 എന്ന് പറയുന്ന 2 ട്രാൻസാക്ഷൻസ് ഉള്ള ഒരു ഷെഡ്യൂൾ ആണ് തന്നിരിക്കുന്നത്. ഈ ഷെഡ്യൂൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എങ്ങനെയുള്ള ഒരു ഷെഡ്യൂൾ ആണ്. നോൺ സീരിയൽ ഷെഡ്യൂൾ ആണ് അല്ലേ? അതായത് ട്രാൻസാക്ഷൻസ് ഇടകലർത്തിയാണ് അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ വന്നിരിക്കുന്നത്. T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ 2 ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും T2 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ അവിടെ ബിഗിൻ ചെയ്തു. അതിനിടയ്ക്ക് വീണ്ടും T1 എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ T2 എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇത് നമുക്കറിയാം മിക്സഡ് ആയിട്ടാണ് കൺകറന്റ് എക്സിക്യൂഷൻ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ സീരിയൽ ഷെഡ്യൂൾ ആണ്. അപ്പൊ ഇതിന് നമ്മൾ സീരിയലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഇവിടെ 2 ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെങ്കിൽ T1 എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് വേണം T2 എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ T2 എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് വേണം T1 എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ 1 by 1 ആയിട്ട് വേണം എക്സിക്യൂട്ട് ചെയ്യാൻ, അതായത് സീരിയൽ ഷെഡ്യൂളിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ സീരിയൽ ഷെഡ്യൂൾ എങ്ങനെയാന്നുള്ള കാര്യം താഴെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷനകത്ത് 4 ഓപ്പറേഷൻസ് ആയിരുന്നു തന്നിരുന്നത്. ആ 4 ഓപ്പറേഷൻസും 1 by 1 ആയിട്ട് നടക്കുന്നു. ആ T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ അവിടെ എൻഡ് ചെയ്യുന്നു. അതിനുശേഷം മാത്രമാണ് T2 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം T2നകത്ത് ട്രാൻസാക്ഷൻസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. T2 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ അവിടെ എൻഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ T1 കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് T2 എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ മോഡിൽ തന്നിരിക്കുന്ന എക്സാമ്പിളിനകത്തെ നോൺ സീരിയൽ ഷെഡ്യൂളിനെ നമ്മൾ ഒരു സീരിയൽ ഷെഡ്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ഈ താഴെ തന്നിരിക്കുന്ന രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ഇനി നമ്മുടെ വ്യൂ ഈക്വലന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഈ മുകളിൽ തന്നിരിക്കുന്ന നോൺ സീരിയൽ ഷെഡ്യൂളിന് കറസ്പോണ്ടിങ് ആയിട്ട് വ്യൂ ഈക്വലന്റ് നമ്മൾ എടുക്കുമ്പോൾ അതെങ്ങനെ വരണം? ഈ താഴെ തന്നിരിക്കുന്ന സീരിയൽ ഷെഡ്യൂളിനോട് ഈക്വലന്റ് ആയിട്ട് വേണം ഈ വ്യൂ ഈക്വലന്റ് കിട്ടാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് പറയാം? ഈ കിട്ടിയിരിക്കുന്ന ഷെഡ്യൂൾ എന്ന് പറയുന്നത് വ്യൂ സീരിയലൈസബിൾ ആണെന്ന് പറയാം. വ്യൂ സീരിയലൈസബിൾ ആണെന്ന് പറയാം. അതായത് നോൺ സീരിയൽ ഷെഡ്യൂളിനെ നമുക്ക് സീരിയൽ ഷെഡ്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റിൽ പോയാലും നമുക്ക് തിരിച്ച് കൺസിസ്റ്റന്റ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുകൊണ്ട് വ്യൂ സീരിയലൈസബിൾ ആണെന്ന് പറയാം. ഇനി എന്താണ് വ്യൂ ഈക്വലന്റ് എന്നുള്ള കാര്യം നമുക്ക് പഠിക്കണം. അതിനു മുമ്പ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് why we need view serializability. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വ്യൂ സീരിയലൈസബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്? നമുക്ക് സീരിയൽ ട്രാൻസാക്ഷൻസ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ പോരെ. അപ്പൊ നമ്മൾ ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് പറഞ്ഞത്?
സീരിയൽ ഷെഡ്യൂൾ മാത്രം കൊണ്ടുവന്നല്ല, അതായത് 1 by 1 ആയിട്ട് മാത്രം ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ഇപ്പൊ ഒരു 1000 അല്ലെങ്കിൽ 10000 ട്രാൻസാക്ഷൻസ് വന്നാൽ അത് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആകാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ കൺകറന്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ വരുമ്പോൾ ഒഴിവാകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ സിസ്റ്റം ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, എല്ലാ റിസോഴ്സുകളും എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ കൺകറന്റ് എക്സിക്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കൺകറന്റ് എക്സിക്യൂഷൻ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായാൽ അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം നമ്മൾ സീരിയലൈസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വ്യൂ സീരിയലൈസബിലിറ്റിക്കകത്തെ വ്യൂ ഈക്വലന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ വ്യൂ ഈക്വലന്റ് എന്ന് പറയുന്നത് നമ്മുടെ സീരിയൽ ഷെഡ്യൂളിനോട് ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ കൈവശമുള്ള നോൺ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു വ്യൂ സീരിയലൈസബിൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ഇവിടെ 3 കണ്ടീഷൻസ് ആണ് വ്യൂ ഈക്വലന്റ് ആകണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. 2 schedules T1 and T2 are said to be view equivalent if they satisfy all the following conditions. ഒരു ഷെഡ്യൂളിനകത്ത് 2 ട്രാൻസാക്ഷൻസ് ആണ് T1 T2 എന്ന് പറയുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 3 കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കണ്ടീഷൻ ആണ് ഇനിഷ്യൽ റീഡ് എന്ന് പറയുന്നത്. ഇനിഷ്യൽ റീഡ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ആണ് ഫൈനൽ റൈറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ ആണ് അപ്ഡേറ്റ് റീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്കൊരു വ്യൂ ഈക്വലന്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരിയൽ ഷെഡ്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ എന്താന്ന് നോക്കാം. ഇനിഷ്യൽ റീഡ്. Initial read of each data item in transactions must match in both schedules. For example, if transaction T1 reads a data item X before transaction T2 in schedule S1, then in schedule S2, T1 should read X before T2. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം പറഞ്ഞു പോകാം, താഴെ എക്സാമ്പിൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. അതായത് നമ്മൾ ഒരു നോൺ സീരിയൽ ഷെഡ്യൂളിനെയാണ് സീരിയൽ ഷെഡ്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഡേറ്റ ഐറ്റം എക്സിനെ T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ആണ് ആദ്യമേ റീഡ് ചെയ്യുന്നതെങ്കിൽ, ഇനിഷ്യൽ റീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ ഐറ്റത്തിനെ ആദ്യമായിട്ട് റീഡ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഇനിഷ്യൽ റീഡ് എന്ന് പറയുന്നത്. റീഡ് എന്നുള്ള ഓപ്പറേഷൻ പല പ്രാവശ്യം നടക്കാനല്ലേ. ഒരു ഡേറ്റ ഐറ്റം എക്സിനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് പലതവണ തന്നെ റീഡ് ചെയ്യാം. പക്ഷെ ഇനിഷ്യൽ റീഡ് എന്ന് പറയുന്ന കാര്യം ഒറ്റ തവണ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഇനിഷ്യൽ റീഡ് നടക്കുന്ന ട്രാൻസാക്ഷൻ ഏതാണോ, അതായത് നോൺ സീരിയൽ ഷെഡ്യൂളിനകത്ത് ഒരു ഡേറ്റ ഐറ്റത്തിനെ ഇനിഷ്യൽ റീഡ് നടത്തുന്ന ട്രാൻസാക്ഷൻ ഏതാണോ അത് തന്നെ ആയിരിക്കണം നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന സീരിയൽ ഷെഡ്യൂളിനകത്തും ഇനിഷ്യൽ റീഡ് നടത്താനായിട്ട്. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ റൈറ്റ് ആണ്. ഫൈനൽ റൈറ്റ്. അപ്പൊ ഇനിഷ്യൽ റീഡ് എന്താണ്, റീഡ് എന്താണെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞു പോയ കാര്യം തന്നെ നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. രണ്ടാമത്തെ കണ്ടീഷൻ ഫൈനൽ റൈറ്റ് എന്ന് പറയുന്നത്. Final write operations on each data item must match in both the schedules. For example, a data item X is last written by transaction T1 in schedule S1. Then in S2, the last write operation on X should be performed by the transaction T1. അതായത് നമ്മുടെ കൈവശമുള്ള ഷെഡ്യൂൾ ആണ് S1 എന്ന് പറയുന്നത്. നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഷെഡ്യൂൾ ആണ് S2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ S1-നകത്ത് എക്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ഐറ്റത്തിനകത്ത് ഫൈനൽ റൈറ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻ ഏതാണോ അത് തന്നെയായിരിക്കണം നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന S2 എന്ന് പറയുന്ന ട്രാൻസാക്ഷനകത്തും ആ ഡേറ്റ ഐറ്റത്തിന് ഫൈനൽ റൈറ്റ് ചെയ്യാനായിട്ട്. ഫൈനൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവസാനമായിട്ട് ആ ഡേറ്റ ഐറ്റത്തിനെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഫൈനൽ റൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് തവണ റൈറ്റ് ചെയ്യാം, പക്ഷെ ഫൈനൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എൻഡിൽ നടക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യമാണ് രണ്ടാമത്തെ കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കണ്ടീഷനാണ് അപ്ഡേറ്റ് റീഡ് എന്ന് പറയുന്നത്. If in schedule S1 the transaction T1 is reading a data item updated by T2, then in schedule S2 T1 should read the value after the write operation of T2 on same data item. For example, in schedule S1 T1 performs a read operation on X after the write operation on X by T2, then in S2 T1 should read the X after T2 performs write on X. അപ്പൊ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് റീഡ്. അതായത് ഒരു ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാനെ മറ്റൊരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് റീഡ് എന്ന് പറയുന്നൊരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ S1 എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെഡ്യൂളിനകത്ത് നമ്മുടെ കൈവശമുള്ള ഷെഡ്യൂളിനകത്ത് ഇപ്പൊ T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്നത് T2 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയാണെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന S2 എന്ന് പറയുന്ന സീരിയൽ ഷെഡ്യൂളിനകത്തും T1 എന്ന് പറയുന്നത് ഈ T2 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷമായിരിക്കണം T1 ആ ഡേറ്റ ഐറ്റത്തിനെ റീഡ് ചെയ്യേണ്ടത്. ആ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ തന്നെ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ 3 കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനീഷ്യൽ റീഡ്, ഫൈനൽ റൈറ്റ്, അപ്ഡേറ്റ് റീഡ്. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. ഇത് വ്യൂ സീരിയലൈസബിലിന്റെ ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. If a schedule is view equivalent to its serial schedule, then the given schedule is said to be view serializable. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഇപ്പൊ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കുക, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇതാണ് നമ്മുടെ കൈവശം, നമ്മുടെ ഡേറ്റാബേസ് സിസ്റ്റത്തിനകത്തുള്ള ഒരു ഷെഡ്യൂൾ എന്ന് വിചാരിക്കാം. നോൺ സീരിയൽ ആയിട്ടുള്ള ഷെഡ്യൂൾ ആണ് തന്നിരിക്കുന്നത്. 2 ട്രാൻസാക്ഷൻസ് ആണുള്ളത്, T1 T2. S1 എന്നുള്ളതാണ് ഷെഡ്യൂളിന്റെ പേര്. T1 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷനകത്ത് 4 ഓപ്പറേഷൻസ് ഉണ്ട്. T2 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷനകത്ത് 4 ഓപ്പറേഷൻസ് ഉണ്ട്. 2 ഡേറ്റ ഐറ്റംസ് ആണുള്ളത്, എക്സും വൈയും. 2 ഓപ്പറേഷൻസ് ആണുള്ളത്, റീഡും റൈറ്റും. ഇനി നോക്കുക, T1നകത്ത് 2 ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം T2 ആണ് ബിഗിൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും T1 എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷമാണ് T2 എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു നോൺ സീരിയൽ ട്രാൻസാക്ഷൻ ആണ്, അല്ലെങ്കിൽ നോൺ സീരിയൽ ഷെഡ്യൂൾ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം? സീരിയൽ ഷെഡ്യൂൾ ആക്കി മാറ്റണം. അതായത് T1 കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം T2 എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങേണ്ടത്. അപ്പൊ ഇതിനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കണ്ടീഷൻ ആണ് ഏത്? ഇനിഷ്യൽ റീഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, നോൺ സീരിയലിനകത്ത് എക്സ് എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിനെ ഇനിഷ്യൽ റീഡ് നടത്തിയിരിക്കുന്നത് T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ആണ്. അതുപോലെ തന്നെ Y എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിനെയും ഇനിഷ്യൽ റീഡ് നടത്തിയിരിക്കുന്നത് T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ കൺവേർട്ട് ചെയ്ത ട്രാൻസാക്ഷൻ നോക്കുക, അതിനകത്തും എക്സ് എന്ന് പറയുന്ന ഐറ്റത്തിനെ ഇനിഷ്യൽ റീഡ് നടത്തിയിരിക്കുന്നത് ആരാണ്? T1 തന്നെയാണ്. അതുപോലെ തന്നെ Y എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിന് ഇനിഷ്യൽ റീഡ് നടത്തിയിരിക്കുന്നതും T1 തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫൈനൽ റൈറ്റ് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ ഫൈനൽ റൈറ്റ് ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ അപ്ഡേറ്റ് റീഡ്. ഇപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ ഫൈനൽ റൈറ്റ് ആണ്. ഫൈനൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏത് ട്രാൻസാക്ഷൻ ആണോ അത് തന്നെയായിരിക്കണം സീരിയലിനകത്തും വരേണ്ടത്. ഇപ്പൊ ഇവിടെ നോക്കുക, S1 എന്ന് പറയുന്ന ഷെഡ്യൂളിനകത്ത് എക്സ് എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിന് ലാസ്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരാണ്? T2 ആണ്. അതുപോലെ തന്നെ Y എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിന് ലാസ്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് T2 ആണ്. അപ്പൊ നമ്മളിവിടെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്നതിനകത്തും എങ്ങനെ തന്നെ വരണം? T1ന്റെ റൈറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം T2ന്റെ റൈറ്റ് വരേണ്ടത്. നോക്കിയേ, T2ന്റെ റൈറ്റ് ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് T1ന്റെ റൈറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഫൈനൽ റൈറ്റ് വരേണ്ടത്. അപ്പം എക്സിന്റെ റൈറ്റും വൈയുടെ റൈറ്റും T2നകത്ത് തന്നെയാണ് കറക്റ്റ് ഓർഡറിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ ഏതായിരുന്നു? അപ്ഡേറ്റ് റീഡ് ആണ്. അതായത് T2 അപ്ഡേറ്റ് ചെയ്ത് കണ്ടന്റിനെയാണ് T1 ആക്സസ് ചെയ്യുന്നതെങ്കിൽ ആ ഓർഡർ തന്നെയായിരിക്കും നമ്മുടെ സീരിയലിനകത്തും വരേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുക, T1 ഇവിടെ എക്സിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് T2 ഇവിടെ എക്സിനെ റീഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ T1 ഇവിടെ Yനെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് T2 ഇവിടെ Yനെ റീഡ് ചെയ്തെടുക്കുന്നത്, അതായത് അപ്ഡേറ്റ് റീഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതേ ഓർഡർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, T1 ഇവിടെ എക്സിനെയും Yനെയും റൈറ്റ് ചെയ്തതിനു ശേഷമാണ് T2 ഇവിടെ എക്സിനെയും Yനെയും റീഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തതിന് അർത്ഥം എന്താണ്? നമ്മുടെ വ്യൂ ഈക്വലന്റ് എന്ന് പറയുന്നത് ഈ സീരിയൽ ഷെഡ്യൂളിനോട് സെയിം ആണ്. നമ്മുടെ വ്യൂ ഈക്വലന്റ് എന്ന് പറയുന്നത് ഈ സീരിയൽ ഷെഡ്യൂളിനോട് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു വ്യൂ സീരിയലൈസബിൾ ആണെന്ന് പറയാം. നമ്മുടെ കൈവശമുള്ള നോൺ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു വ്യൂ സീരിയലൈസബിൾ ഷെഡ്യൂൾ ആണെന്ന് പറയാം. നമുക്ക് ഇതിനെ ഈസി ആയിട്ട് സീരിയൽ ഷെഡ്യൂളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിനെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലോട്ട് മാറ്റാനായിട്ട് നമുക്ക് പറ്റുമെന്ന് പറയാം. അപ്പൊ അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് താഴെ തന്നിരിക്കുന്നത്. ഇനിഷ്യൽ റീഡ്, ഫൈനൽ റൈറ്റ്, അപ്ഡേറ്റ് റീഡ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ സീരിയലൈസബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്നത്. 2 ടൈപ്സ് ഉണ്ട്, കോൺഫ്ലിക്റ്റും വ്യൂവും. അപ്പൊ കോൺഫ്ലിക്റ്റ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ രണ്ടിന്റെ നോട്ട് പഠിക്കുക, എക്സാമ്പിള് ട്രാൻസാക്ഷൻസ് എല്ലാം പഠിക്കുക, ഷെഡ്യൂൾസും എക്സാമ്പിൾ കൂട്ടി പഠിക്കുക.